ഹായ് എവരി വൺ, അസ്സാം വലൈക്കും. ഇപ്പോൾ ഇതാ സമയം 4:45 ആ ഒരു നേരത്താണ് നമ്മൾ എണീറ്റിട്ടുള്ളത്. അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴ ഉണ്ട്. നല്ല മഴ വെച്ചാൽ മഴ പെയ്യുന്നുണ്ട്, ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എണീറ്റ പാടന്നെ ജനാലൊക്കെ ഒന്ന് തുറന്നിടും കേട്ടോ. നല്ലൊരു പോസിറ്റീവ് ഒരു വൈബാണല്ലോ ജനാല തുറന്നിട്ടാൽ. പിന്നെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് തുറന്നിട്ടാലാണ് നല്ലൊരു കാറ്റും തണുപ്പും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തൊക്കെ നോക്കിയിരുന്നേ. പിന്നെ നമ്മൾ നിസ്കാരവും ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിതാ റൂമിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് സിറ്റ് ഔട്ട് ഡോറൊക്കെ ഒന്ന് തുറന്നു നോക്കി ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാൻ വിചാരിച്ചിട്ടാ. അപ്പം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ അറിയണുണ്ട്, നല്ല കാറ്റടിക്കണതൊക്കെ. അപ്പോൾ ഇതാ നല്ലോണം ഇലയും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. മഴ അങ്ങനെ ഇല്ലായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇലൊക്കെ നല്ലോണം ഉണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും നമ്മളെ പച്ചക്കറിക്കും ചെടിക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കണ വെച്ചിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ വന്ന് നോക്കിയതാണ്. കാരണം നല്ല കാറ്റ് ഇതൊക്കെ അടിച്ചിട്ടായിരിക്കും ഇതാ കണ്ടില്ലേ ഒക്കെ ചെരിഞ്ഞിട്ടുണ്ട്, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ചെരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ നിവർത്തി കൊടുത്ത് എനിക്കിപ്പോൾ ഈ ഒരു പച്ചക്കറിയൊക്കെ ഇങ്ങനെ വിത്ത് വാങ്ങിയതിൻ്റെ ശേഷം അതിങ്ങനെ ഓരോ ദിവസം ഞാൻ രാവിലെ അടുക്കളയ്ക്ക് പോകണം മുന്നേ ഒന്നും രാവിലെ വന്നുകാണ്ട് നോക്കൂട്ടാ അത് എത്ര വലിപ്പം വെച്ച് എന്നുള്ളത്. അപ്പോൾ ഇതാ നല്ല പിന്നെ ഒരു മൂടിക്കെട്ടിയൊരു അവസ്ഥയാണ് കേട്ടോ. മഴക്കാറൊക്കെ ഉണ്ട്, മഴയും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എണീറ്റ് വന്ന പാടുള്ള വിശേഷം കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ സമയം ഒരു 6:15 കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു നേരത്താണ് ഇപ്പോൾ നമ്മളിതാ അടുക്കളയ്ക്ക് കയറുന്നത്. അപ്പോൾ ഒന്ന് കറണ്ട് ഇല്ല കേട്ടോ, കറണ്ട് ഇല്ല, കറണ്ട് പോയിട്ടുണ്ട്. നല്ല കാറ്റ് വന്നതുകൊണ്ട് കറണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വന്ന പാടന്നെ അടുക്കളത്തെ ജനാലും കൂടെ ഒന്ന് തുറന്നിടാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേന്ന് കഴുകി വെച്ചതാണ് നമ്മളെ വെളിച്ചെണ്ണൻ്റെ ടിന്ന്. അത് അപ്പം തന്നെയാണ് കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആകെ കാറി മണക്കൂട്ടാം. അപ്പോൾ അതിലത്തെ വെള്ളം ഒന്ന് രാത്രി കഴുകി വെച്ചില്ല, അപ്പോൾ വെള്ളം ഒന്ന് ഉണ്ടാവും അതിനുള്ളിലൊക്കെ. അപ്പോൾ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ കണ്ടില്ല 2-3 തുള്ളി കുറ്റിയത്. ഇനി അത് വെയിലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കണം. ഇന്നത്തെ കാലാവസ്ഥ പിന്നെ തീരെ ശരിയില്ല, നല്ല മൂടിക്കെട്ടലും ഇതൊക്കെയാണ്. അപ്പോൾ ഇതാ വന്ന പാടനെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നൂൽപുട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നൂൽപുട്ട് ഞാൻ നമ്മൾ ഒരു യൂട്യൂബർ വീഡിയോ കണ്ട് അതുപോലെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ 2 വിധത്തിൽ ഞാൻ ഉണ്ടാക്കലുണ്ട്, ഉണ്ടായിട്ട് സക്സസ് ആവലുണ്ട്. നൂൽപുട്ട് അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് ഞാനൊരു വെറൈറ്റി കണ്ടപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് ഇതാ വെള്ളത്തിൽ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കലില്ല, ഒന്നെങ്കിൽ നല്ല ലൂസാക്കി പിന്നെ വാട്ടിയെടുക്കും കേട്ടോ. വെള്ളത്തിൽ തന്നെ പൊടി ഇട്ടുകാണ്ട് വാട്ടിയെടുക്കും, അല്ലെങ്കിൽ ഞാൻ വറ്റ് മാത്രം അരച്ചിട്ട് അങ്ങനെ നൂൽപുട്ട് റെഡിയാക്കി എടുക്കും. ഇതിപ്പോൾ ഞാൻ ചെയ്യാത്തൊരു പരിപാടിയാണ് കേട്ടോ. പൊടിക്ക് വെള്ളം ഒഴിച്ചുകാണ്ട് അങ്ങനെ മാവ് റെഡിയാക്കി എടുക്കുന്നത് ചെയ്യാത്ത പരിപാടിയാണ്. അപ്പോൾ അത് പാകത്തിന് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറി വരട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് തലേന്ന് കഴുകി വെച്ചിട്ടുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നാലാണ് നമുക്ക് ഇനി അടുത്ത പാത്രത്തേക്ക് വെക്കാൻ അതിൽ സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ്ട് ആ ഒരു നേരം കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് മെയ് 1 എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ് മുതൽ ഈ ഒരു മാസം മുഴുവനായിട്ട് ഞാൻ ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുള്ളത്. നമ്മളെ പച്ചയായ ജീവിതവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെങ്ങനെയാണോ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ലൈക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ പേരിലേക്ക് നമ്മൾ റെക്കമെൻഡ് ആയിട്ട് പോകുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇപ്പോൾ ചിരകണ പരിപാടി നമ്മൾ എടുത്തില്ല. ഈ ചിരവൊക്കെ എടുത്തിട്ട് എത്രയോ ആയിട്ടുണ്ട്. ഉമ്മ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തെങ്കിലും ആവുള്ളൂ കേട്ടോ. അപ്പോൾ എടുക്കാതായിട്ട് ചിരകുമ്മലൊക്കെ ആകെ ഒരു പൂപ്പ് പിടിച്ച പോലെ ഉപയോഗിക്കാതിരിക്കില്ല. അപ്പം ഞാൻ നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ ആ പരിപാടി നടക്കൂല. പൂളലും ജാറിലിട്ട് അടിക്കലൊന്നും നടക്കൂല. അപ്പം ഇന്ന് ചിരക തന്നെ വേണം. എനിക്ക് ചിരക പറഞ്ഞാൽ ഭയങ്കര മടിയുള്ളൊരു പണിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ നൂൽപുട്ടിക്ക് ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നൂൽപുട്ടും തേങ്ങാപ്പാലും ഉണ്ട് റെഡിയാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കറണ്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തേങ്ങ ചിരകിക്കാണ്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ തേങ്ങ ചിരകിക്കാണ്ട് തന്നെയാണ് നൂൽപുട്ട് റെഡിയാക്കാൻ കണ്ട് തേങ്ങാപ്പാലും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കൂട്ടാ. അപ്പം നോക്കുമ്പോൾ ഇന്ന് പിന്നെന്താ പറയുക വട്ടം കറങ്ങണ ദിവസമേ തോന്നണം. ഞാനിത് ഒക്കെ ഒന്ന് കുഴച്ചൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കുമ്പോൾ നൂൽപുട്ടിൻ്റെ അച്ച് കാണില്ല. അങ്ങനെ തപ്പി ദേഷ്യം പിടിച്ചു തുടങ്ങിയിരിക്കണം. പിന്നെ ഞാൻ നൂൽപുട്ടിനെ വേറെ വെച്ച്
വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഹോള് വലിയ സൈസ് ഉള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ ആവശ്യം നടക്കണം എന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ തെരച്ചിലിൻ്റെ പണി ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് ഇതാ നൂൽപുട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അതാണെങ്കിൽ നല്ല കട്ടിയിലാണ് കേട്ടോ വരുന്നത്, കാണാനൊരു ലുക്കില്ല. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ആ റെസിപ്പിയും ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് കറക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. മറ്റത് പിന്നെ ഞാൻ വറ്റി വെച്ചിട്ട് നൂൽപുട്ട് റെഡിയാക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടി പറ്റും. വാട്ടിയെടുക്കുകയാണെങ്കിൽ ഇത്ര തന്നെ സ്പീഡിൽ ഇങ്ങോട്ട് ആക്കാൻ പറ്റില്ല കേട്ടോ, ചെറിയൊരു ടേറ്റും കാര്യമൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്ക് നൂൽപുട്ട് നന്നാവാത്ത പ്രശ്നം ഉണ്ടാവില്ല, നല്ല ഉഷാറായിട്ട് കിട്ടലുണ്ട്. ഇതും തന്നെ അതുപോലെ നല്ല ഉഷാറായിട്ട് നൂൽപുട്ടും നന്നേ അതുപോലെ പിന്നെ നമുക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് തിരിച്ചെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മോള് മദ്രസക്ക് ഇറങ്ങിയിട്ടുണ്ട്, മറ്റാൾ ഇങ്ങനെ തല വാരണുള്ളൂ. അപ്പോൾ ഓർക്ക് വേണ്ടിയാണ് ഞാൻ വേഗം നൂൽപുട്ടൊക്കെ ഒന്ന് റെഡിയാക്കിയത്. ഇന്നിപ്പോൾ കാൽച്ചായക്ക് പിന്നെ ബിസ്ക്കറ്റോ കാര്യം ഒന്നുമില്ല, അപ്പോൾ റെഡിയാക്കിയതാണ്. അപ്പോൾ ഓർക്ക് വേണ്ടല്ലോ, ഒരു ചായ കുടിച്ചുകൊണ്ട് മോൾ ഇറങ്ങി, എനിക്ക് നൂൽപുട്ട് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ഇതട കണ്ടില്ല, നമ്മൾ നൂൽപുട്ട് നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും മോന് പിന്നെ ഇറങ്ങിപ്പോയതന്നെ ഞാൻ അറിഞ്ഞില്ല. ഞാനിങ്ങനെ ഇവിടെ ചായയും വെച്ച് ഇവിടെ കാത്തിരിക്കണം. അങ്ങനെ എനിക്ക് വെച്ച ചായയും ഇതും ഞാൻ കഴിക്കേണ്ട ചെയ്തിട്ടുള്ളത്. അവന് വേണ്ടാറോ, എനിക്ക് പിന്നെ ചായ അടിച്ചില്ല വെച്ചിട്ടുള്ള പൊറുതിയോടൊന്നുമില്ല. ആള് പൊയ്ക്കണം. ഞാൻ എൻ്റെ നേരം മേലെ അവന് വിഷയവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇരിക്കുക വെച്ചിട്ട് ഉത്തർക്കുകയാണ്. അപ്പോൾ ആളെ കാണുന്നില്ല. അപ്പം ഞാൻ ചായ കുടിച്ചിട്ടാ. അങ്ങനെ എൻ്റെ ചായ കുടിയാണ് കഴിഞ്ഞപ്പോൾ സമയം ഒരു 7:15 ആവണുള്ളൂ. നേരത്തെ കാലത്തുനിന്ന് കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രവും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആരുമില്ല വീട്ടിൽ, അത് ഞാൻ പറയാൻ മറന്ന്. പിന്നെ ഇന്നലെ കാക്ക പെട്ടെന്ന് ബാംഗ്ലൂർക്ക് പോയിട്ടാ. പിന്നെ ഉമ്മ ആണെങ്കിൽ ഇവിടെ ഇല്ല. ഉമ്മ പിന്നെ നാത്തൂന് പ്രസവിച്ചിട്ട് അവിടെ ഹോം കെയറിലാണ്. പിന്നെ അവിടെ 2 ദിവസത്തിന് പോയതാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ആരും കാത്തുക്കല്ലുള്ള രീതിയിൽ ഞാനാണ്ട് ചായ കുടിച്ചതാണ്. നമുക്ക് നേരത്തെ കാലത്ത് ചായ കുടിച്ച് ഒരു ശീലമില്ല, കാൽച്ചായ കുടിച്ച് ആ നേരത്തൊക്കെ ശീലമുള്ളൂ. പിന്നെ ഞാൻ വർക്കിന് പോയ ആ ഒരു ടൈമിൽ നല്ല കറക്റ്റിന് 7:30 7:45 ആ ഒരു ടൈമിൽ ചായ ഒക്കെ കുടിച്ചിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഏതായാലും കൂടിയൊക്കെ കഴിഞ്ഞത് ആ പാത്രം കഴുകലൊക്കെ അത് കഴിഞ്ഞ് ഇനി സിങ്കും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് കഴുകി എടുക്കുകയാണ്. അപ്പം ഞാൻ പാത്രം കഴുകിയപ്പോൾ പൊട്ടണ ഗ്ലാസും പ്ലേറ്റൊക്കെ ആദ്യക്കാണ്ട് കഴുകി വെച്ചതിൻ്റെ ശേഷം കേട്ടോ ബാക്കിയുള്ളതൊക്കെ കഴുകാൻ വേണ്ടി നിന്നിട്ടുള്ളത്. അപ്പം ഇനി അപ്പം തന്നെ ഒന്നാണ്ട് ഇതാ പിന്നെ നമ്മൾ സിങ്ക് കഴുകാൻ വേറെ സ്പോഞ്ചാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് സിങ്കൊക്കെ ഒന്ന് കഴുകി ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ്. ഇപ്പോൾ ചോറും കൂട്ടാനൊന്നും റെഡിയാക്കാൻ നിന്നിട്ടില്ല. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയും കാര്യങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ക്ലീനിങ്ങും ആണ് കഴിഞ്ഞ്, അടുക്കളത്തെ ക്ലീനിങ് കഴിഞ്ഞ്. പിന്നെ ഇതൊക്കെ നമ്മൾ റൂമും കാര്യങ്ങളൊന്നും ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ച് സെറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഇന്നലെ പിന്നെ ഞാൻ പറഞ്ഞല്ല, പിന്നെ കാക്കൊക്കെ പോയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇതാ, ഞാനും എല്ലാവരും എന്ന് പറയാനല്ലേ, ഞാനും മക്കളും ഇവിടെ ഞങ്ങൾ 3 ആളും കൂടി ഇതാ ബെഡിലാണ് കിടന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഏത് വേനൽക്കാലാണെങ്കിലും പുതപ്പ് മസ്റ്റാണ്. കിടക്കുന്ന നേരത്തെ അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു പൊറുതിയാണ്. പിന്നെ നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു ചൂടും പോയി ഇടങ്ങാറും സഹിക്കാൻ പറ്റാത്ത ആ ഒരു പ്രശ്നവും കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫാനാണെങ്കിൽ നല്ല സ്പീഡുണ്ട്. പിന്നെ AC ഒന്നും ഇട്ടിട്ടില്ല, ഇടയ്ക്ക് നമ്മൾ ഇടലുള്ളൂ കേട്ടോ. ഇന്നലെ AC ഒന്നും ഇട്ടിട്ടില്ല. ഇന്നലെ നമുക്ക് പിന്നെ ഒരു AC-ൻ്റെ ആവശ്യമൊന്നുമില്ല. AC കേടൊന്നും പോകില്ല വിചാരിച്ചിട്ടാണ് AC ഇടുന്നത് ഇട്ട. കാരണം ഇടാതായിട്ട് കേടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടും. നമുക്ക് ഇടേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, അങ്ങനത്തെ ചൂടുമ്പോയും കാര്യങ്ങളൊന്നുമില്ല, സഹിക്കാൻ പറ്റാത്ത. അങ്ങനെ പിന്നെ അകൊക്കെ ഒന്ന് പിന്നെ അടിച്ചു വാരിൻ്റെ ശേഷം നമ്മൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ എനിക്ക് അകണ്ട് അടിച്ചു വരി ഇടാഞ്ഞാലൊരു സമാധാനം കിട്ടൂല കേട്ടോ. അപ്പോൾ അകൊക്കെ ഒന്നാണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നിപ്പോൾ കാലാവസ്ഥ മൂടി കിട്ടിക്കൊണ്ടാണെന്ന്. പിന്നെ തീരെ ഇങ്ങോട്ട് വെളിച്ചം വെക്കണില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി വെളിച്ചം വെച്ചിട്ട് മുറ്റടിച്ചേരല്ല വിചാരിച്ചിട്ട് അങ്ങനെ നിന്നാണ്. സമയം നിൽക്കണേ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്കിവിടെ തോട്ടം കൂടി അല്ല, പിന്നെ ജാതിക്കയും കവുങ്ങും ഒക്കെ ഉള്ളതായതുകൊണ്ട് നമുക്ക് അധികം ഇരുട്ടേക്കാരം ഇവിടെ എത്ര വെളിച്ചുണ്ടായാലും. അപ്പോൾ പിന്നെ മൂടിക്കെട്ടലും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ നമ്മളെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടിച്ചു വരി പകുതി അതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇതാ മക്കളൊക്കെ മദ്രസ ഇട്ട് വന്ന് മോനെ ഞാനിതാ സൈക്കിൾ ക്ലീൻ ആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മോള് മദ്രസിൽ നിന്ന് ഓളെ 7ാം ക്ലാസ്സിലെ കുട്ടി തന്നതെന്നാണ് ഓൾ എന്നോട് പറഞ്ഞത്. പിന്നെ ഉമ്മച്ചിക്ക് ലെറ്റർ തന്നേക്കണ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ എന്ത് ലെറ്ററാ, ലവ് ലെറ്റർ എന്നൊക്കെ ചോദിച്ചു അവളെ കളിയൊക്കെ. ഹലോ, ഹോം ഡയറീസ് ബൈ സൗദ. ഹായ് താത്ത, ഞങ്ങൾ നിങ്ങളുടെ ഫാൻസാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, താങ്ക് യു. സിമ്രൻ്റെ മദ്രസയിൽ പഠിക്കുന്ന +1 ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. താത്താനെ ഒരുപാട് ഇഷ്ടമാണ്. ഉയരങ്ങളിൽ എത്തട്ടെ, ആശംസകൾ നേരുന്നു. ഇത് വായിക്കുന്ന വീഡിയോ ഇടണേ, ഞങ്ങളുടെ സന്തോഷത്തിന്. ബൈ. ഇതെന്താണ് പേരെന്താണ്? റഷീദിൻ്റെ പേര് തിരിയണില്ല. ഷിബഷി ബി ആണതേ. ഇത് ബിയാ?
ബഷീറ ബാഷിറാണേ. മനസ്സിലായില്ല കേട്ടോ പേരെന്താന്ന്. ഇത് ഷിഫാന. ഞാൻ താത്ത. അപ്പൊ കേട്ടില്ലേ, ഞാൻ പിന്നെ മോള് ചോദിക്കണത് താത്താന്ന് പറഞ്ഞാൽ ആരാണെന്ന്. അപ്പൊ ഇന്ന താത്ത എന്ന് വിളിച്ചിട്ട് ഓൾ കേൾക്കാനിട്ട് എടുക്കാൻ എന്താ വെച്ചിട്ട് ചോദിക്കുകയാണ് കേട്ടോ ആള്. അപ്പൊ ഏതായാലും ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് പേര് 2-3 പേരൊന്നും തിരിഞ്ഞില്ല കേട്ടോ. എന്നോട് മോള് പറഞ്ഞത് 7ാം ക്ലാസ് എന്നാണ്, പക്ഷെ അതിൽ എഴുതിയിട്ടുള്ളത് +1 കുട്ടികൾ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നമ്മൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ആക്കിയിട്ട് ഞങ്ങളെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ആക്കി. അപ്പൊ ഏതായാലും മോന് സൈക്കിളൊക്കെ നന്നാക്കിക്കാണ്ട് ഇതൊക്കെ ഇവിടെ സിറ്റോട്ടൊക്കെ ഒന്നാകെ വെള്ളമാക്കിയിട്ടുണ്ട്. അപ്പൊ സൈക്കിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലേറെ വിറ്റുണ്ട്. അപ്പൊ ഞാൻ ആകെ ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ഈ ഒരു ക്ലീൻ ആക്കണ ഈ ഒരു ടൈമൊക്കെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓന് മദ്രസക്ക് പോയപ്പോൾ തന്നെ സൈക്കിൾ കൊണ്ടാവാതെയാണ് പോയിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് കൊണ്ടാതെ വെച്ചിട്ട് പോയി നോക്കുമ്പോൾ അതിന്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നെ എടുക്കാൻ മറന്നതാണ് കേട്ടോ. ആ ഒരു ബേജാറ് കൂടി. അപ്പൊ നോക്കുമ്പോൾ അതിന്റെ മുൻഭാഗം ഒന്നാകെ വട്ടം കറങ്ങുക, ഓടിക്കാൻ പറ്റണില്ല. അപ്പൊ എന്താ ഏതൊന്നും അറിയാതെ അപ്പൊ ഞാനത് അതേപടി കൊണ്ടുപോയി എടുത്ത് വെച്ച് വന്നതിന് ശേഷം അങ്ങനെ ക്ലീൻ ആക്കി വെപ്പിച്ചതാണ്. അപ്പോൾ ഓനോട് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു കാക്ക എൻ്റെ സൈക്കിള് പിന്നെ എടുത്തുകാണ്ട് കാട്ടിൽ എറിഞ്ഞിക്കണു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ കാട്ടിൽ എറിഞ്ഞത് പറഞ്ഞു. എന്തിനാ എനിക്കറിയില്ല, എൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞത് പിന്നെ പിന്നെ ആ കാക്ക വരുന്ന നേരത്തെ പിന്നെ സൈക്കിൾ അവിടെ ഉണ്ടായിട്ട് എന്താ കാർ എടുക്കാൻ പറ്റാഞ്ഞിട്ട് ആ ഒരു ദേശത്ത് കുറേ അടിച്ചിരിക്കണം. ആ ഒരു ദേശത്തിൽ സൈക്കിൾ എടുത്ത് എറിഞ്ഞതാന്നാണ് പറയണത്. പക്ഷെ ആ ഒരു എറിഞ്ഞതില് പിന്നെ സൈക്കിളിൽ അത് തിരിഞ്ഞേക്കണം. അതും 1 മാസം കൂടി ആയിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. പിന്നെ ആ കാക്കും തന്നെ അത് കാക്കാന്ന് പറയാന് ഓൻ്റെ ഫ്രണ്ടിന്റെ ഉപ്പയാണ്. അവരുടെ മോനും ഇവരും കൂടെ ഒക്കെയാണ് ഗ്രൗണ്ടിൽ കളിക്കണത്. ഞാൻ പറയാം ഏത് ഇനിയിപ്പോൾ കാർ എടുത്ത് പിന്നെ പാർക്ക് ചെയ്യാൻ അല്ല വണ്ടി എടുക്കാൻ പറ്റാതായാലും സൈക്കിൾ എടുത്ത് കയറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കുട്ടികളല്ലേ, കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളെ വലിയവരെ പോലെ ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഇപ്പോൾ സൈക്കിൾ നിർത്തിയിടോ ചിന്തിച്ചാൽ പോരെ. അപ്പം ഞാൻ അങ്ങനെ പറയണതല്ല, സൈക്കിൾ എടുത്ത് കയറേണ്ട ഒരു ആവശ്യമില്ല. കുട്ടികളെടുത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ചീത്ത പറഞ്ഞ് കാര്യം പറഞ്ഞുകാണ്ട് ചീത്ത പറയാ. എന്നാലും സാധനം കേടെടുത്തിട്ടില്ലേ, നമ്മൾ എങ്ങനെയൊക്കെ പൈസ കൊപ്പിച്ച് നമ്മൾ വാങ്ങിക്കണതല്ലേ, പൈസക്ക് ഒരു വാല്യൂ കൽപ്പിക്കണം. ഞാനാണെങ്കിൽ ഇവിടെ കാക്കയാണെങ്കിലും ഇവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ കളിക്കാൻ വരുന്നുണ്ട്. മുറ്റത്ത് എല്ലാവരും കളിക്കലുണ്ട്. എൻ്റെ ചെടി ചട്ടി എത്ര പൊട്ടിച്ചിരിക്കണ്. ഇവർ കളിച്ചുകാണ്ട് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചുകാണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചീത്ത അറിയുന്നതിനല്ല നേരം കുറേ ഒക്കെ കളിക്കാൻ ടൈം കൊടുക്കും. അത് ഓവറാവുണ്ടെന്ന് കാണുമ്പോൾ ഞാൻ പിന്നെ കളിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതേപോലെയൊക്കെ ചെയ്താൽ മതി. ഇങ്ങനെ എന്തെങ്കിലും ഇത് കാണുമ്പോൾ കുട്ടികളൊന്ന് ചീത്ത പറഞ്ഞാൽ മതി. എന്നാലും നമ്മൾ സാധനം കേടെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഒക്കെ ഭയങ്കരമായിട്ട് സങ്കടമായി. നമ്മൾ അറിയുന്ന ആളുമാണ് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ അപ്പം എനിക്ക് ആ ഒരു വിഷമട്ടോ. അപ്പം നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ കഴിഞ്ഞപ്പോൾ ഏതായാലും പോട്ടെ. അപ്പം അത് 1 മാസം കൂടി ആയിട്ടില്ല സംഭവം സൈക്കിളിൽ. എൻ്റെ മോനാണ് ഓട്ടി പൂതിയും കൂടി കെട്ടിട്ടില്ല. ഇപ്പം മദ്രസക്ക് പോകുമ്പോൾ ഇപ്പോൾ ഉപയോഗിക്കലില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ സൈക്കിൾ എടുക്കണില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ ഇതാ നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെ മുന്നേ കുഴിച്ചിട്ട് ഇതൊക്കെ സെറ്റ് ആയപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തൊക്കെ ഒന്ന് ഒരുക്കി വെച്ചത് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഒക്കെ ഇതൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട്. ചില ചെടികൾ പോയിട്ടുണ്ട് കേട്ടോ. പോയതൊക്കെ ഒന്ന് ഇനി അതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ചെടികളൊക്കെ ഒന്നാണ്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. വളം കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടില്ല. ഒക്കെ ഒന്ന് പിടിച്ചൊന്നും കൂടി ഒന്ന് റെഡി ആയിട്ട് വളം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അത് നമ്മളെ അകത്തത്തെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നോക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അടിച്ചാലൊക്കെ കഴിഞ്ഞതാണല്ലോ. ഇനിയിപ്പോൾ ടീപ്പോയും ടേബിളും ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അകം കൂടി ഒന്നാണ്ട് തുടച്ചെടുക്കണം. അപ്പം ഇന്ന് തുടക്കാനുള്ള ദിവസമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ 1.5 ഇട്ടിട്ടാണ് അകൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അങ്ങനെ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നുമ്പോൾ പിന്നെ അടുപ്പിച്ച് തന്നെയാണ് തുടക്കും കേട്ടോ. ഇന്നിപ്പോൾ ഇതാ ഞാൻ ഇന്നലെ തുടച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഇന്ന് തുടക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആ ഒരു സൈക്കിൾ അങ്ങനെ ആയ ആ ഒരു ടെൻഷനിലാണ്ട് ഇങ്ങനെ പണിയെടുക്കുക. മനസ്സിക്ക് ഭയങ്കര ഒരു സങ്കടേ. കാരണം പുത്തം മാറിയിട്ടും കൂടി 1 മാസം കൂടി ആയിട്ടില്ലേ. ഓനാണെങ്കിൽ നല്ല ശ്രദ്ധിച്ചാണ് ഓട്ടും ചെയ്യണത്. പിന്നെ മോക്കൊന്നും ഓരോ ഓട്ടാൻ കൊടുക്കൂല കേട്ടോ. ഓള് കട്ടെടുത്തുകാണ്ട് ഓടിക്കലൊക്കെയാണ്. അപ്പോൾ അത് പിന്നെ ഓൻ്റെയൊക്കെ ഒന്ന് വീണിട്ട് പോലും ഇല്ല. ഒരു കോറൽ പോലും പറ്റിയിട്ടില്ല സൈക്കിളിന്. അവർക്ക് ഭയങ്കരമായിട്ടൊരു സങ്കടം. അപ്പോൾ നമ്മൾ വഴിയിൽ തന്നെ കുട്ടികളെപ്പോഴും ഗേറ്റ് ഏത് നേരം ഇവിടുത്തെ ഗേറ്റ് തുറന്നിട്ടും ഗേറ്റ് തുറന്നിട്ട് അപ്പം നായ്ക്കൾ നേരെ റോട്ടിൽ കൂടി പോകണ നായ്ക്കൾ നേരെ കയറും, സിറ്റൗട്ടൊക്കെ കയറും. ഇങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചീത്ത പറയലുണ്ട് കുട്ടികളെ. തെറ്റ് കാണുകയാണെങ്കിൽ പിന്നെ ചീത്ത പറയും. അപ്പം അത് ഓർക്കും തന്നെ ചീത്ത പറഞ്ഞാൽ മതി. ഇനി പിന്നെ സൈക്കിൾ എടുത്ത് കണ്ട് ഇതാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇനിയിപ്പോൾ നന്നാക്കിച്ചിട്ട് വേണം. ഏതായാലും ഇനി കാക്ക വരട്ടെ വിചാരിച്ച്. അല്ല ഇനിയിപ്പോൾ കയ്യിൽ ഞാനത് കുറേ മുറുക്കി നോക്കി അയഞ്ഞതാ തോന്നണം അതിൻ്റെ ഇത്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനും മറന്ന്. പിന്നെ ഇനി മുറുക്കി നോക്കിയിട്ട് അത് ശരിയാവണില്ല. ഓടിക്കുമ്പോൾ പിന്നെ ഒന്നാകെ തിരിഞ്ഞു പോവുകയാണ്.
അങ്ങനെ ഏതായാലും നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏത് തുടക്കലും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കിങ്ങും കാര്യങ്ങളും അവിടെ കിടക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ സ്വൈര്യം തരുന്നില്ല കേട്ടോ. ഓനും തന്നെ ആകെ ആ ഒരു സൈക്കിൾ ഇതായ ആ ഒരു ടെൻഷനിലാണ് ആളിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വൈര്യം തരുന്നില്ല. ഓൻ്റെ തൊണ്ട് കുറേ ദിവസമായി ഞാനത് പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കണ്. അപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെ ഓട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പിന്നെ 2 ദിവസം മുന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഏതായാലും ഇതൊക്കെ തൊണ്ടൊക്കെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ പൈസ എണ്ണാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ആകെ 1000 സംതിങ് എത്ര ഉണ്ട്. ഇനിയിപ്പോൾ ഇടൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ പൊട്ടിക്കൽ കഴിഞ്ഞില്ല, കുറച്ച് ചില്ലറ പൈസ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ 2 ആളും കൂടി കുത്തിയിരുന്ന് എണ്ണുന്നുണ്ട്. എന്നാലും എനിക്ക് കുറച്ച് സ്വസ്ഥത കിട്ടിയില്ല. മറ്റേത് പൊട്ടിക്കട്ടെ പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സമാധാനം ആയിക്കോളും. പൊട്ടിച്ചതോട് കൂടി ആൾക്ക് പ്രശ്നം തീർന്നു ചെയ്ത് പൈസ അവിടെ എടുത്ത് വെച്ചും ചെയ്തു. പൊട്ടിക്കോളുള്ളൊരു കുയിന്തേനി. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ നേരെ കിച്ചണിക്ക് പോന്നിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറി ഉണ്ട്. പരിപ്പും തക്കാളി ഇട്ടുകാണ്ട് കറി വെക്കുകയാണ്. അപ്പോൾ ഇതാ പരിപ്പ് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും മുളും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇതാ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഇതൊക്കെ നമ്മൾ പിന്നെ ചോറും റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചിക്കന് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുക്കിംഗ് ആയിട്ടുള്ളത്. ഉച്ചക്കൊക്കെയുള്ളതായിട്ടുള്ളത്. ഉപ്പേരിയും കാര്യമൊന്നുമില്ല, ചിക്കൻ പൊരിച്ചതും പിന്നെ പരിപ്പ് കറിയാണ് കേട്ടുള്ളത്. അങ്ങനെ പിന്നെ പരിപ്പ് കറി ഇതൊക്കെ റെഡിയാക്കി പിന്നെ നമ്മളിതാ കുളിക്കാനൊക്കെ പോയി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഉണ്ട് പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കണത്. പിന്നെ മക്കൾ ചോറ് കഴിക്കണില്ല, അവർ 2 ആളും കഞ്ഞി കുടിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ 3 മണിയൊക്കെ കഴിയും ചോറ് കഴിക്കണം. അവർക്ക് കഞ്ഞി മതിയെന്നും പറഞ്ഞുകൊണ്ട് അവർ പിന്നെ കഞ്ഞി അച്ചാറും കൂട്ടി കഞ്ഞി കുടിച്ചിട്ടാണ്. അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കാര്യങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയണേ.